എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടുതൽ രാമുക വിരസതയിലോട്ട് കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ വിഷയത്തിലോട്ട് നമുക്ക് കടക്കാം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ, എൻ്റെ പ്രിയമുള്ളവരെ, സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും, മഹാന്മാരെ എല്ലാ സ്വഹാബത്തും, എൻ്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു പറഞ്ഞുവോ ആ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഓരോ സ്വഹാബത്തും എന്ന് നമുക്കറിയാം. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധരമൊഴികളിലൂടെ കടന്നു വരുന്ന ഓരോ വാക്കുകളെ തൻ്റെ ഹൃദയത്തോട്ട് ചേർത്ത് വെച്ച സ്വഹാബത്ത്, ആ സ്വഹാബത്ത് ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ പ്രിയമുള്ളവരെ, ഒരിക്കൽ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരിക്കൽ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നപ്പോഴാണ് എൻ്റെ പ്രിയമുള്ളവരെ ആ വഴിയിലൂടെ മഹാനായ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ കടന്നു പോകുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായിട്ട് വല്ലാത്ത സംഭാഷണത്തിലാണ്. അള്ളാഹിൻ്റെ റസൂൽ വല്ലാത്തൊരു അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കി അബൂദറിൽ ഗിഫാരി തങ്ങൾ, എൻ്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് നേരെ കടന്നു പോവുകയുണ്ടായി. ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ചോദിക്കാണ്, യാ റസൂലല്ലാഹ്, ആ കടന്നു പോയത് മഹാനായ അല്ലാഹുവേ അബൂദറിൽ ഗിഫാരി തങ്ങളല്ലയോ റസൂലല്ലാഹ്? അവിടെ നിന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, യാ ജിബ്രീൽ, നിങ്ങൾ അബൂദറിനെ അറിയുമോ? നിങ്ങൾ അബൂദറിനെ അറിയുമോ ജിബ്രീലേ? അവിടുന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, അബൂദറിനെ ഞാൻ മാത്രമല്ല നബിയേ, അബൂദറിനെ ഞാൻ മാത്രമല്ല നബിയേ, വാനലോകത്തുള്ള എല്ലാ മലക്കുകളുണ്ടല്ലോ, എല്ലാ മലക്കുകളും അബൂദറിനെ അറിയുമായിരുന്നല്ലോ, എല്ലാവരും അറിയുമല്ലോ എന്നവിടുന്ന് എൻ്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, എൻ്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. തീർന്നില്ല, റസൂലുള്ളാഹിനോട് ജിബ്രീൽ പറയുന്നുണ്ട്, നബിയെ, അബൂദർറങ്ങാനും അവിടുന്ന് സലാം അടക്കിയിരുന്നെങ്കിൽ, അബൂദർറങ്ങാനും അവിടുന്ന് സലാം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് അബൂദറിന് വേണ്ടിയിട്ട് സലാം അടക്കുമായിരുന്നല്ലോ നബിയെ, ഞാൻ സലാം അടക്കുമായിരുന്നല്ലോ നബിയെ എന്നവിടുന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാ. എൻ്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, നിങ്ങളെല്ലാവരും അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അതാ അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാണ്, ഹുവ അശ്ഹറു ഇൻദനാ മിൻഹു മിൻകും യാ റസൂലല്ലാഹ്. വാനലോകത്ത് അബൂദറിനെ കുറിച്ച് അറിയാത്ത മലക്കുകളില്ല നബിയെ. അവരവിടെ വെച്ചിട്ട് ഒരുപാട് അബൂദറിനെ കുറിച്ചിട്ട് ചർച്ചകൾ നടത്താറുണ്ടല്ലോ നബിയെ എന്നവിടെ നിന്നതാ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാ. ആ സമയത്ത് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ചോദിക്കുകയാണ്, എൻ്റെ അബൂദറിനെ എങ്ങനെയാണ് നിങ്ങൾക്കറിയുന്നത്? അതിനുള്ള കാരണമൊന്ന് പറഞ്ഞു തരുവോ? അതിനുള്ള കാരണം നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുവോ ജിബ്രീലേ? അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ്, അബൂദറിന് രണ്ട് ഗുണങ്ങളുണ്ടല്ലോ നബിയേ.
അബൂദറിനെ കുറിച്ചിട്ട് അല്ലാഹുവേ വാനലോകത്ത് ചർച്ച നടത്താനുള്ള കാരണം അബൂദറിന് 2 ഗുണങ്ങളുണ്ട് നബിയെ. ആ 2 ഗുണങ്ങൾ അബൂദർ ജീവിതത്തിൽ പകർത്തിയവനാ. ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുന്ന മഹാനാണ് അബൂദർ. ആ അബൂദറിന്റെ 1ാമത്തെ ഗുണം എന്തെന്നറിയോ? എവിടെ ചെന്നാലും ഞാൻ ചെറിയവനാ. അല്ലാഹുവേ എത്ര വലിയ അധികാരത്തിന്റെ മുമ്പിലൂടെ അബൂദർ കടന്നു പോയാലും അവിടുന്ന് മനസ്സിനകത്തുള്ള ചിന്ത എന്താണെന്നറിയോ? റബ്ബേ, ഞാൻ ഒന്നിനും പോരാത്തവനാണല്ലോ, ഞാൻ നിന്റെ മുമ്പിൽ നിന്ദനാണ് അല്ലാ, ഞാൻ വലിയവനാണെന്നുള്ള ചിന്ത അബൂദറിന്റെ മനസ്സിനകത്തില്ല. അബൂദറിന്റെ മനസ്സിനകത്ത് അങ്ങനത്തെ ഒരു ബോധമില്ല. അതാണ് അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ അവിടുത്തെ 1ാമത്തെ ഗുണം. നബിയേ, ആരുടെ മുമ്പിലും പൊങ്ങച്ചം പറയാറില്ല, ആരുടെ മുമ്പിലും പടച്ചുറമ്പേ അധികാരം പറയാറില്ല, ആരുടെ മുമ്പിലും ഞാനാണ് വലിയവനെന്ന ദാഠ്യം അവിടുന്ന് കാണിക്കാറില്ല. തന്നെക്കാളും പ്രായം കൊണ്ട്, തന്നെക്കാളും ഇൽമ കൊണ്ട് പടച്ചുറമ്പേ എത്ര കുറഞ്ഞവരാകട്ടെ അവരുടെ മുമ്പിൽ പോലും എൻ്റെ പ്രിയമുള്ളവരെ അബൂദർ റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, അവിടുന്ന് പടച്ചുറബ്ബേ സൗമ്യനായി നിലകൊള്ളുന്നവരാ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ടല്ലോ ഇത്രത്തോളം മഹത്വം കൊടുക്കാനുള്ള കാരണമെന്നോ? എൻ്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്നും പഠിപ്പിക്കുകയാണോ? അവിടെ നിന്ന് 2ാമതായിട്ട് പറയുന്ന കാര്യം എന്തെന്നറിയോ? ബികസറത്തി ഖിറാഅതിഹി ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ഉമ്മ, നമുക്കെല്ലാവർക്കും സുപരിചിതമായ സൂറത്താണല്ലോ, നമുക്കെല്ലാവർക്കും അറിയുന്ന പരിശുദ്ധമായ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്. ആ പരിശുദ്ധമായ സൂറത്തുണ്ടല്ലോ, അവിടെ നിന്ന് പാരായണം ചെയ്യുകയാ. അവിടെ നിന്ന് നിരന്തരമായിട്ട് പാരായണം ചെയ്യുന്നവരാണ് നബിയെ. അതുകൊണ്ടാണ് അല്ലാഹുവേ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന് ഇത്രത്തോളം സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള കാരണമെന്നോ? അതാ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഓദിക്കൂ ഉമ്മ, പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തോ. ദിവസവും നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്രയ്ക്ക്, കഴിയുന്ന സമയത്ത് കഴിയുന്നത് പോലെ പരിശുദ്ധമായ ഖുർആനിൽ ഇഖ്ലാസ് സൂറത്ത് പാരായണം ചെയ്തോ. നമ്മളെക്കുറിച്ച് അല്ലാഹുവിൻ്റെ വാനലോകത്ത് ചർച്ച നടത്തുകയാണല്ലോ, നമ്മളെക്കുറിച്ച് ഒരുപാട് അത്ഭുതങ്ങൾ മലക്കുകൾ പറയുകയാണല്ലോ. മലക്കുകളുടെ പ്രത്യേകമായ കാവൽ ലഭിക്കുകയാ. മാത്രമല്ല അവിടെ നിന്ന് മലക്കുകളുടെ അല്ലാഹുവേ അവിടെ നിന്ന് വല്ലാത്ത പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പഠിപ്പിക്കാൻ എന്താ പറഞ്ഞത്? മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിനെ അറിയുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് അബൂദറെ നിനക്ക്, എന്തുകൊണ്ടാണ് ജിബ്രീലെ എൻ്റെ അബൂദറിനെ നിനക്കറിയുന്നത് എന്നവിടുന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ അവിടുന്ന് പറയാ, എനിക്ക് മാത്രമല്ല നബിയെ, വാനലോകത്തുള്ള എല്ലാ മലക്കുകൾക്കും അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അറിയാം. എൻ്റെ ഈ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അറിയാനുള്ള 2 കാരണങ്ങൾ, മലക്കുകൾ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അവിടുന്ന് ചർച്ച നടത്താനുള്ള 2 കാരണങ്ങൾ. 1ാമത്തെ കാരണം എന്ന് പറയുന്നത് വിനയമാണ് എൻ്റെ പ്രിയമുള്ളവരെ, തഖ്വയാണ്.
വളരെയധികം വിനയത്തോടു കൂടി നടക്കുന്നവരായിരുന്നു. എന്നെക്കാളും പ്രായം കുറഞ്ഞവരോടും ഇൽമ് കുറഞ്ഞവരോടും വളരെ പക്വതയോടെ വിനയത്തോടു കൂടി ഇടപെടുന്നവരായിരുന്നു. ഞാൻ വലിയവനാണ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിയാണല്ലോ എന്നുള്ളൊരു പൊങ്ങച്ചം അബൂദർ തങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന പരിശുദ്ധ സൂറത്ത് അല്ലേ, അവിടുന്ന് മഹാനവറുകൾ പാരായണം ചെയ്യുമായിരുന്നു, മുടക്കാറില്ല. എല്ലാ ദിവസവും നിരന്തരം ഒരുപാട് പാരായണം ചെയ്യും. ഇത് ഒരാൾ പാരായണം ചെയ്താൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പാരായണം ചെയ്യണം, ആരും മറക്കരുത്. അത് പറയുന്നത് എന്നോടാണ്, പിന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാ, നമ്മളെന്നും രാത്രി 9:30 നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകാറ്. അൽഹംദുലില്ലാ, ഏകദേശം 400-500ഓളം ആളുകൾ ഉണ്ടാകും. നമ്മുടെ സമയം മാറ്റിയത് കൊണ്ടാണ്. അൽഹംദുലില്ലാ, ഇന്ന് നമ്മുടെ മജ്‌ലിസിൽ എൻ്റെ പ്രിയമുള്ളവരെ ആള് കുറച്ച് കുറഞ്ഞത്. അല്ലാഹു തആല നന്മ നൽകട്ടെ, ജീവിതത്തിൽ സന്തോഷം സമാധാനം അല്ലാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെയും അതേപോലെ തന്നെ പ്രോഗ്രാം ഉണ്ട്. ഇൻഷാ അല്ലാഹ് പെരിന്തൽമണ്ണയാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ അതുകൊണ്ട് നാളെ 2:30 ഉച്ചയ്ക്ക് 2:30 നമ്മുടെ മജ്‌ലിസ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് സമയത്ത് എത്തിച്ചേരണം. ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച മുതൽ രാത്രി 9:30 തന്നെയായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്‌ലിസ് ഉണ്ടായിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയാണ്, യാ സ്വഹാബാ ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്നാ. അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയാണ്, യാ സ്വഹാബാ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ടല്ലോ സ്വഹാബ, ആ സൂറത്തിന് ആരെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന് സ്വർഗത്തിൽ കടന്നു സ്വഹാബ. അതുകൊണ്ട് ആ പരിശുദ്ധമായ സൂറത്തിനെ നിങ്ങളെല്ലാവരും പരിഗണിക്കണേ, ആ സൂറത്തിനെ നിങ്ങളെല്ലാവരും അവിടുന്ന് പാരായണം ചെയ്യണേ എന്നതാ അവിടുന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാ. മാത്രമല്ല ആ സൂറത്തിനെ ഇഷ്ടം വെക്കുന്നത് വരെ നിന്നെ സ്വർഗത്തിലേക്ക് കടത്തുന്നതാണ്. പിശാചിൻ്റെ ഏറ്റവും വലിയ ചതിക്കുഴിയുണ്ടല്ലോ, അതിൽ നിന്ന് അല്ലാഹു നിനക്ക് കാവൽ തരുകയാ. നീ ഒരു തവണ ആ പരിശുദ്ധമായ സൂറത്തിനെ അങ്ങ് പാരായണം ചെയ്താൽ, നീ ഒറ്റ തവണ നീ പാരായണം ചെയ്താൽ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൻ്റെ 1/3 ഓതിയത് പോലെയാണ്. വിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് അതിൻ്റെ 1/3 നീ ഓതിയത് പോലെയാണ്. അല്ലാഹുവേ, ആ സൂറത്തിനെ നീ 3 തവണയാണ് നീ പാരായണം ചെയ്യുന്നതെങ്കിൽ, ആ സൂറത്തിനെ 3 തവണയാണ് നീ പാരായണം ചെയ്യുന്നതെങ്കിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിനെ അവിടുന്ന് മുഴുവനും ഖത്മ തീർത്ത പ്രതിഫലം മുതാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകുകയാ. മാത്രമല്ല അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ വാനലോകത്തുള്ള മലക്കുകള് നിനക്ക് വേണ്ടി ഒരുപാട് നന്മകൾ പറയുകയാണ്, നിനക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുകയാണ്, നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്, നിനക്ക് വേണ്ടി പടച്ച റബ്ബിനോട് പൊറുക്കലിനെ തേടുകയാണ് സ്വഹാബാ. അതുകൊണ്ട് ആ പരിശുദ്ധമായ സൂറത്തിനെ നിങ്ങൾ പാരായണം ചെയ്യണേ. ആ സൂറത്തിനെ ഒരിക്കലും നിങ്ങൾ മുറുകെ പിടിക്കാതിരിക്കരുതോ. നിങ്ങളുടെ കൈവെള്ളയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിങ്ങൾ പിടിക്കണേ സ്വഹാബ എന്നവിടുന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പഠിപ്പിക്കുകയാ. അതാ
അവിടുന്ന് സ്വർഗത്തിന്റെ ഉള്ളറയിലേക്ക് നിങ്ങളെ കടന്നു പോകാൻ ആ പരിശുദ്ധമായ സൂറത്ത് കൊണ്ട് നിങ്ങൾക്ക് കഴിയുമെന്ന് അതാവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയമുള്ളവരെ പറയുകയാണ് ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്നാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ പരമോന്നമായ സ്വർഗത്തിന്റെ നീതിപീഠങ്ങളുണ്ടല്ലോ, സ്വർഗത്തിന്റെ മണിമന്ദിരങ്ങളുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഏറ്റവും വലിയ അവസരമാണ് ഈ സൂറത്തിനെ പാരായണം ചെയ്യല്. അതുകൊണ്ട് കൈവിടല്ലേ, അതുകൊണ്ട് ഒരിക്കലും തന്നെ കൈവിടല്ലേ. പടച്ചുറപ്പേ, ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആരെങ്കിലും നമ്മോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് ചോദിച്ചാ റബ്ബേ നമ്മളെല്ലാവരും പറയുന്ന കാര്യമാണ്, അല്ലാഹ് ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ്. പടച്ചു തമ്പുരാന്റെ പരമോന്നമായ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിസ്കരിക്കുന്നത്, ഞാൻ നോമ്പെടുക്കുന്നത്, ആ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് സക്കാത്ത് ചെയ്യുന്നത്, എല്ലാ സൽക്കർമ്മങ്ങളും ഞാൻ ഇവിടെ ചെയ്യുന്നതെന്നോ എൻ്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും പറയുമല്ലോ, ഞാനും നിങ്ങളും പറയുമല്ലോ. എന്നിട്ടെന്തേ എൻ്റെ പ്രിയമുള്ളവരെ, ആ സ്വർഗത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയേണ്ടതില്ലയോ? ആ സ്വർഗത്തിന്റെ ഉള്ളറയിൽ കടക്കാനുള്ള ഏറ്റവും വലിയ മഹത്വമാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. പരിശുദ്ധമായ ഇഖ്ലാസ് സൂറത്തിനെ കൈവിടരുത്. ഇത് നിങ്ങൾക്ക് പരലോകത്ത് മാത്രമല്ല, ഇത് പരലോകത്ത് മാത്രമല്ല, ഈ ദുനിയാവിലും നമുക്ക് രക്ഷയാണ്, ഈ ദുനിയാവിലും നമുക്ക് രക്ഷയാണ് സഹാബാ എന്നവിടെ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാഹ്, അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവനിക്ക് അല്ലാഹുവേ ഇരുലോക വിജയത്തിലുള്ള ഏറ്റവും വലിയൊരു വഴി അല്ലേ, ഈ ഭൂമി ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, നിസ്കരിക്കുന്നത് സ്വർഗത്തിനാണ്, നരകത്തുനിന്ന് എനിക്ക് കാവല് വേണം, നോമ്പെടുക്കുന്നത് എന്തിനാ, സ്വർഗത്തിനാണ്, എല്ലാ നന്മകളും നമ്മൾ ചെയ്യുന്നത്, കാണുന്നതും പറയുന്നതെല്ലാം അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ പരമോന്നമായ സ്വർഗത്തിൻ്റെ ആ ഒരു പരിശുദ്ധ ലോകത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നമുക്കറിയാം. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ആ എന്തിനാ ജീവിക്കുന്നത് ചോദിച്ചാൽ പറയും സ്വർഗത്തിനാണ്. എന്നാൽ ആ സ്വർഗത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് മടിയാ. വേണ്ട രൂപത്തിൽ ആ സ്വർഗത്തിൽ കയറാൻ, അതിന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് പല ആളുകളും മടി കാണിക്കാൻ. അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ, നന്മ ചിന്തിക്കാനും പറയാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, പടച്ച റബ്ബേ, നിന്റെ പരിശുദ്ധമായ സ്വർഗ ലോകത്ത് ആ സ്വർഗ പീഠങ്ങൾ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ.